നോട്ട് അസാധുവാക്കലിൽ റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേലിന്റെ ഉത്തരങ്ങളിൽ തൃപ്തിയാകാതെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഗവർണർ ഊർജിത് പട്ടേലിന് 15 ദിവസത്തെ സമയം അനുവദിച്ചു. അതേസമയം നോട്ട് ലഭ്യത സാധാരണ നിലയിലാകുന്നതുവരെ ധനയിടപാടുകൾക്ക് അധിക തുക ഈടാക്കുന്നത് നിർത്തിവെക്കണമെന്ന് കമ്മിറ്റി റിസർവ് ബാങ്ക് ഗവർണറോട് ആവശ്യപ്പെട്ടു. നോട്ട് അസാധുവാക്കലിനെ കുറിച്ച് വിശദീകരിക്കാൻ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായ റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയില്ല. നോട്ട് അസാധുവാക്കൽ തീരുമാനമെടുത്തതാര്? നോട്ടിന്റെ ലഭ്യത എന്ന് സാധാരണ നിലയിലാകും? നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് എത്ര പണം ബാങ്കുകളിൽ തിരികെ എത്തി? രാജ്യം പൂർണ്ണതോതിൽ നോട്ട് രഹിതമാകാൻ കഴിയുമോ എന്നീ ചോദ്യങ്ങൾക്ക് ഗവർണർ വ്യക്തമായ മറുപടി നൽകിയില്ല. ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ നൽകാൻ സമയം വേണമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതാവ് KV തോമസ് അധ്യക്ഷനായ കമ്മിറ്റി ഊർജിത് പട്ടേലിന് 15 ദിവസത്തെ സമയം അനുവദിച്ചു. സ്വാഭാവികമായിട്ടും ഒരു മറുപടി പറയാൻ അവർക്ക് സമയം വേണ്ടി വരും. അപ്പോൾ അവർ 15 ദിവസം കൊടുത്തിട്ടുണ്ട്. 15 ദിവസങ്ങൾക്കുള്ളിൽ അവരിതിൻ്റെ മറുപടി തയ്യാറാക്കി അയക്കും. വിശദമായ ഉത്തരങ്ങൾ നൽകിയ ശേഷം ഊർജിത് പട്ടേലിനെ വീണ്ടും വിളിച്ചു വരുത്താൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. അസാധുവാക്കലിനെ കുറിച്ച് വിശദീകരിക്കാൻ ധനമന്ത്രാലയ ഉദ്യോഗസ്ഥർ ഫെബ്രുവരി 10 കമ്മിറ്റി മുമ്പാകെ ഹാജരാകും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. പാർലമെന്റ് സമിതിക്ക് മുന്നിൽ റിസർവ് ബാങ്ക് ഗവർണർ എല്ലാം തുറന്നു പറയണോ? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. MB രാജേഷ് MP, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് C. മാത്യു, സാമ്പത്തിക വിദഗ്ധയായ മേരി ജോർജ്, BJP വക്താവ് JR പത്മകുമാർ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ഒപ്പം SBI ചീഫ് ജനറൽ മാനേജർ ആദി കേശവൻ ടെലിഫോൺ ലൈനിലും. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.